ചോറിന് എന്ത് കൂട്ടാൻ വെക്കുമെന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, നമുക്ക് എളുപ്പത്തിന് ഒരു വൻപയർ മെഴുക്കുവരട്ടി വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ തോന്നിയതായതുകൊണ്ട് ഞാൻ ഇത് നേരത്തെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ആവശ്യം എന്തിനാന്നേ, നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്നുണ്ടല്ലോ. ആദ്യം നമുക്ക് വൻപയർ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നവരാണെങ്കിൽ 1 2 വിസിൽ അടുപ്പിച്ചാൽ മതിയാവും. 3 4 വിസിൽ അടുപ്പിക്കാൻ നിന്നാൽ വെന്ത് കുഴഞ്ഞു പോകും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയും ഒരു 5 6 അല്ലി വെളുത്തുള്ളിയും ഒരു 3 4 വറ്റൽമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോണേ. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇപ്പൊ നമ്മുടെ വൻപയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 4 വിസിൽ വന്നിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ അത് എടുത്തു നോക്കുന്ന സമയത്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കണം. വെന്ത് നല്ലതായിട്ട് ഉടഞ്ഞു പോകണം. ഇനി നമുക്ക് ഈ വൻപയർ ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്നില്ലേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകെല്ലാം, അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം അത് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് അടി പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. പിന്നെ ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇത് ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഈ ഒരു പരുവയില്ലേ, ആ ഒരു പരുവത്തിൽ ഇരിക്കാൻ നോക്കണം. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിന്റെ കുറവ് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വൻപയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.